നമ്മളെ ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കാം. ഇത് സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു 4 intersect x axis at the points a comma 0 where a is greater than 0, b comma 0. Let p2 cos alpha 2 sin alpha and q2 cos beta 2 sin beta be 2 points such that alpha minus beta is equal to pi by 2 and the point of intersection of aq and bp is equal to. ആദ്യം എ എം ബി എന്താണെന്ന് അറിയണം. ഓക്കെ, പിയും ക്യൂവും തന്നിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി ഇത് ലോക്കസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പോയിന്റ് ഓഫ് ഏതിൻ്റെ ലോക്കസ്? പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ഓക്കെ എ ക്യു ആൻഡ് ബി പി. വേറെ എ എന്ന് പറഞ്ഞാലും ബി എന്ന് പറഞ്ഞാലും നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്വൽ 4 എന്ന് പറഞ്ഞ സർക്കിൾ എക്സ് ആക്സിന് ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിൻ്റാണ്. ഇവിടെയല്ലേ? ആൻഡ് പിയും ക്യൂവും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എയും ബിയും കണ്ടുപിടിക്കണം. ഓക്കെ, സി ഗൈസ്, അവിടെ എയും ബിയും കണ്ടുപിടിക്കാൻ നമ്മൾ സർക്കിളിന് ചിത്രം ഒന്നും വരക്കേണ്ട ആവശ്യമില്ല അല്ലേ. എക്സ് ആക്സിന് ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ വൈ ഇസ് ഇക്വൽ ടു 0 കൊടുക്കുക. വൈ ഇസ് ഇക്വൽ ടു 0 കൊടുത്താൽ ഇതിലേക്ക് വൈ ഇസ് ഇക്വൽ ടു 0 കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എക്സ് സ്ക്വയർ ഇസ് ഇക്വൽ ടു 4 എന്ന് കിട്ടും. എക്സ് ഇസ് ഇക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ, എക്സ് ഇസ് ഇക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2. അപ്പോൾ നമുക്ക് ഇവിടെ എന്തായി എക്സ്. അപ്പോൾ അതിൽ എ എന്താണ്? എ പോസിറ്റീവ് ആണെന്ന് പറയുമ്പം അപ്പോൾ നമുക്ക് എ എന്ന് പറഞ്ഞ പോയിന്റ് എന്താണ്? യെസ് 2,0 ആണ് അല്ലേ. ബി എന്ന് പറഞ്ഞ പോയിന്റ് എന്താണ് മക്കളെ? യെസ് മൈനസ് 2,0 ആണ്. എ 2,0 ആണ് അല്ലേ. ബി എന്ന് പറഞ്ഞ പോയിന്റ് എന്താണ്? മൈനസ് 2,0 ആണ്. അത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റ് റോഡി? യെസ്, ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് എന്താണ്? പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് എന്താണ്? എ പി ആൻഡ് എ ക്യു ആൻഡ് ബി പി ആണ്. റോഡിയല്ലേ? പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് എ ക്യു ആൻഡ് ബി പി ആണ്. അവിടെ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് എന്താണ്? യെസ് 2 കോസ് ബീറ്റ 2 സൈൻ ബീറ്റ. ഇനി മക്കളെ എ ക്യൂ. പി എന്ന് പറഞ്ഞ പോയിന്റ് എന്താണ്? യെസ് 2 കോസ് ആൽഫ 2 സൈൻ ആൽഫ. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പോൾ നമുക്ക് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് വാട്ട് ഈസ് ദാറ്റ്? എ പി ആൻഡ് ബി ക്യു. അതാണ് നമുക്ക് വേണ്ടത്. അതിന് ലോക്കസ് ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഈ ലോക്കസ് എച്ച് കോമ കെ. അപ്പോൾ എപ്പോഴും നമ്മൾ ലോക്കസ് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എച്ച് കോമ കെ എന്നുള്ള സാധനമായിട്ടാണ് എടുക്കുക. റെഡിയല്ലേ? അപ്പോൾ നമുക്കിവിടെ ലോക്കസ് കണ്ടുപിടിക്കാൻ ഇപ്പോൾ എന്താ വഴി എന്ന് വെച്ചാൽ, സപ്പോസ് ഇത് ആർ ആണെന്ന് വിചാരിക്കുക. അത് നമുക്ക് നോക്കാം. സ്ലോപ്പ് ഓഫ് എ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്ലോപ്പ് ഓഫ് എ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓക്കെ സ്ലോപ്പ് ഓഫ് എ ക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ടും സെയിം ആയിരിക്കത്തില്ലേ അല്ലടാ. സ്ലോപ്പ് ഓഫ് എ ആർ എന്ന് പറഞ്ഞാലും സ്ലോപ്പ് ഓഫ് എ ക്യു എന്ന് പറഞ്ഞ സാധനം സെയിം ആയിരിക്കത്തില്ലേ. ഓക്കെ, നമുക്ക് എച്ചും കെയും ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം. 2 ഇക്വേഷൻസ് ഉണ്ടാക്കണം. അതിനെ കണക്ട് ചെയ്തിട്ട് അൺവാണ്ടഡ് പാരാമീറ്റേഴ്സ് ഒഴിവാക്കണം എന്നാണ് ലക്ഷ്യം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാണ് ശ്രദ്ധിക്കുക. ഇവിടെ സ്ലോപ്പ് ഓഫ് എ ആറും സ്ലോപ്പ് ഓഫ് എ ക്യൂം ഈക്വൽ ആണ്. ഇവിടെ സ്ലോപ്പ് ഓഫ് എ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ് എച്ച് 0 അല്ല കെ മൈനസ് 0 ഡിവൈഡ് ബൈ എച്ച് മൈനസ് 2 അല്ലേ. ഓക്കെ, കെ മൈനസ് 0 ഡിവൈഡ് ബൈ എന്താണ്? എച്ച് മൈനസ് 2. കെ മൈനസ് 0 എന്ന് നമ്മൾ കഷ്ടപ്പെട്ട് എഴുതേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് കെ തന്നെയാണ്. റെഡിയല്ലേ? യെസ്. ഇനി വിച്ച് ഇസ് ഈക്വൽ ടു ഇനി അടുത്തത് സ്ലോപ്പ് ഓഫ് എ ക്യു കിട്ടി അല്ലേ. ഇനി അടുത്തത് സ്ലോപ്പ് ഓഫ് എന്താണ്? യെസ് സോറി, ഞാൻ സ്ലോപ്പ് ഓഫ് എ ആർ എടുത്തത് അല്ലേ. ഓക്കെ, ഇനി ഞാൻ സ്ലോപ്പ് ഓഫ് എ ക്യു എടുക്കുകയാണ്. സ്ലോപ്പ് ഓഫ് എ ക്യു എടുക്കുകയാണെ. സ്ലോപ്പ് ഓഫ് എ ക്യു എടുത്തു കഴിഞ്ഞാൽ 2 കോസ് ബീറ്റ മൈനസ് 1 അല്ലെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ എടുത്താലും മതിയല്ലേ. സോറി, 0 മൈനസ് 2 സൈൻ ബീറ്റ. റെഡിയല്ലേ? 0 മൈനസ് 2 സൈൻ ബീറ്റ ഡിവൈഡ് ബൈ ഇവിടെ ആണെങ്കിലോ 2 മൈനസ് 2 കോസ് ബീറ്റ. ഓക്കെ അല്ലേ? 2 മൈനസ് 2 കോസ് ബീറ്റ. ഓക്കെ, നമുക്ക് എന്താക്കാം? സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ -2 സൈൻ ബീറ്റയെ എനിക്ക് എന്താ എഴുതാം മക്കളെ? യെസ് 2 സൈൻ ബീറ്റ ബൈ 2 കോസ് ബീറ്റ ബൈ 2 എന്ന് എഴുതാവേ. റെഡിയല്ലേ? ഡിവൈഡ് ബൈ ഇവിടുന്ന് ഒരു 2 എനിക്ക് എന്താക്കാം? കോമൺ ആയിട്ട് പുറത്തെടുത്താം. അഥവാ 1 മൈനസ് കോസ് ബീറ്റ 2 എന്ന് എഴുതാവേ. റെഡിയല്ലേ? സോറി, ഓക്കെ, ഇവിടെ 2 ഗെറ്റിംഗ് ക്യാൻസൽഡ്. ആൻഡ് ഓൾസോ ഇവിടെ -2 എന്ത് വരും? യെസ് സൈൻ ബീറ്റ ബൈ 2 അതേപോലെ കോസ് ബീറ്റ ബൈ 2 എന്ന് വരും. ആൻഡ് ആൾസോ 1 മൈനസ് കോസ് സോറി ക്ഷമിക്കണം, ഇവിടെ 1 മൈനസ് ആയിട്ടില്ലല്ലോ. ഇത് 2 കോമൺ ആയിട്ട് പുറത്തു കഴിഞ്ഞാൽ 1 മൈനസ് കോസ് ബീറ്റയാണ് വരിക. ഈ 1 മൈനസ് കോസ് ബീറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് 2 സൈൻ സ്ക്വയർ ബീറ്റ ബൈ 2 എന്ന് വരും. അടിയല്ലേ?
ഓക്കെ 2 സൈൻ സ്ക്വയർ ബീറ്റ ബൈ 2. അപ്പോൾ 2 ഗെറ്റിംഗ് ക്യാൻസൽഡ് അല്ലേ, ഇവർ രണ്ടുപേരും ഗെറ്റിംഗ് ക്യാൻസൽഡ്. അപ്പോൾ നമുക്കവിടെ മൈനസ് കോസ് ബീറ്റ ബൈ 2 ഡിവൈഡ് ബൈ അല്ലേ, മൈനസ് കോസ് ബീറ്റ ബൈ 2 ഡിവൈഡ് ബൈ എന്താണ് മക്കളെ സൈൻ ബീറ്റ ബൈ 2 അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിസ്ഥിതി വേണ്ട മൈനസ് കോട്ട് ബീറ്റ ബൈ 2 എന്ന് വരും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പം നമുക്കിവിടെ വേണമെങ്കിൽ ഒരു ബോക്സിൽ ഉണ്ടാക്കി വെക്കാം, അഥവാ കെ അല്ലെങ്കിൽ വേണ്ട തൽക്കാലം നിൽക്കട്ടെ. ഓക്കെ, കെ ഡിവൈഡ് ബൈ എച്ച് മൈനസ് 2 അല്ലേ, കെ ഡിവൈഡ് ബൈ എച്ച് മൈനസ് 2 ഇസ് ഈക്വൽ ടു മൈനസ് കോട്ട് ബീറ്റ ബൈ 2. നമുക്ക് ഇത് സെറ്റാക്കി വെച്ചു ഓടി. ഇനി അടുത്തത് വാട്ട് ഈസ് നെക്സ്റ്റ്? ഇനി അതേപോലെ തന്നെയാണ് മക്കളെ, അതേപോലെ തന്നെയാണ് നമുക്ക് എന്താണ് ഇവരുടെ കാര്യമാണെങ്കിൽ അല്ലേ, അതായത് സ്ലോപ്പ് ഓഫ് ആർ ബി അല്ലേ ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് എന്താണ് ബി പി. അപ്പോൾ സ്ലോപ്പ് ഓഫ് ആർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? യെസ്, ഓക്കെ, കെ മൈനസ് 0 അല്ലേ, കെ മൈനസ് 0 എന്ന് പറഞ്ഞാൽ അത് കെ തന്നെയാണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ എച്ച് മൈനസ് 2 എന്ന് പറഞ്ഞാൽ എച്ച് പ്ലസ് 2. ഇനി അടുത്തെന്താടാ? സ്ലോപ്പ് ഓഫ് പി ബി അല്ലേ, സ്ലോപ്പ് ഓഫ് പി ബി എന്ന് പറഞ്ഞാൽ 2 സൈൻ ആൽഫ മൈനസ് 0 റെഡി അല്ലേ, 2 സൈൻ ആൽഫ മൈനസ് 0 എന്ന് പറഞ്ഞാൽ 2 സൈൻ ആൽഫ അല്ലേ ഡിവൈഡ് ബൈ ഇതാണെങ്കിൽ എന്താണ് 2 കോസ് ആൽഫ മൈനസ് ഓഫ് മൈനസ് 2 അഥവാ 2 കോസ് ആൽഫ പ്ലസ് 2. നിങ്ങൾ നോക്കണേ 2 ഇൻറ്റു ഇവിടെ സൈൻ ആൽഫ എന്ന് പറഞ്ഞു അല്ലേ, ഞാൻ ഇവിടുന്ന് 2 കോമൺ ആയിട്ട് പുറത്ത് വെച്ചാൽ ഇവിടെ 1 പ്ലസ് കോസ് ആൽഫ എന്ന് വരും. ഈ സൈൻ ആൽഫ അതേപോലെ തന്നെ 1 പ്ലസ് കോസ് ആൽഫ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ അറിയാലോ. എങ്ങനെയാണ് സൈൻ ആൽഫയെ നമ്മൾ മാറ്റുന്നത്? 2 സൈൻ ആൽഫ ബൈ 2 ഇൻറ്റു കോസ് ആൽഫ ബൈ 2 റെഡി അല്ലേ, 2 സൈൻ ആൽഫ ബൈ 2 ഇൻറ്റു കോസ് ആൽഫ ബൈ 2 റെഡി അല്ലേ, ഡിവൈഡ് ബൈ ഇവിടെ 1 പ്ലസ് കോസ് ആൽഫ ഉണ്ടല്ലോ, അതിനെ ഞാൻ എന്താണ് 2 കോസ് സ്ക്വയർ ആൽഫ ബൈ 2 എന്നാക്കാം. 2 ഗെറ്റിംഗ് ക്യാൻസൽഡ്, ഒരാൾ ഗെറ്റിംഗ് ക്യാൻസൽഡ്. സോ നമുക്കവിടെ ടാൻ ആൽഫ ബൈ 2 എന്ന് വന്നു. ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കെ ഡിവൈഡ് ബൈ എച്ച് പ്ലസ് 2 എന്ന് പറഞ്ഞാൽ ടാൻ ആൽഫ ബൈ 2 ആണ്. റെഡിയല്ലടാ? യെസ്, ഓക്കെ, കെ ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് ടാൻ ആൽഫ ബൈ 2 ആണ്. ഓക്കെ ഗൈസ്, റെഡി. ഇനി നമുക്ക് എന്താക്കണം? ഇവരെ പരസ്പരം എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. എങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് നോക്കാം. ഇവിടെ കെ ഡിവൈഡ് ബൈ എച്ച് മൈനസ് 2 എന്ന് പറഞ്ഞാൽ മൈനസ് കോട്ട് ബീറ്റ ബൈ 2 ഉണ്ട് അല്ലേ. ഓക്കെ, കെ ഡിവൈഡ് ബൈ എച്ച് മൈനസ് 2 എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? മൈനസ് കോട്ട് ബീറ്റ ബൈ 2 ഉണ്ട്. എങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും? അവരെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആൽഫ മൈനസ് ബീറ്റ ഈസ് ഈക്വൽ ടു പൈ ബൈ 2 വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആൽഫ മൈനസ് ബീറ്റ ഈസ് ഈക്വൽ ടു പൈ ബൈ 2 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യെസ്, ആൽഫ ബൈ 2 മൈനസ് ബീറ്റ ബൈ 2 എന്ന് പറഞ്ഞാൽ പൈ ബൈ 4 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടാൻ ആൽഫ ബൈ 2 മൈനസ് ബീറ്റ ബൈ 2 അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ ആൽഫ ബൈ 2 മൈനസ് ബീറ്റ ബൈ 2 എന്ന് പറഞ്ഞാൽ അല്ലേ ടാൻ പൈ ബൈ 4 ആയിരിക്കും. റെഡിയല്ല? ഇനി ഈ ടാൻ ആൽഫ ബൈ 2 മൈനസ് ബീറ്റ ബൈ 2 നമുക്കറിയാം. യെസ്, വാട്ട് ഈസ് ദാറ്റ്? ടാൻ ആൽഫ ബൈ 2 മൈനസ് ടാൻ ബീറ്റ ബൈ 2 ഓക്കെ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഓക്കെ ടാൻ ആൽഫ ബൈ 2 ഇൻറ്റു എന്താണ്? യെസ്, ടാൻ ബീറ്റ ബൈ 2. റെഡിയല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് 1 എന്ന് പറയാം. റെഡി? നമുക്ക് ഫർദർ നമുക്ക് എന്താക്കാം? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈയും ചെയ്യാം. റെഡിയല്ലേ? അപ്പോൾ അതായത് യെസ് നോക്കണേ, യെസ് ടാൻ ആൽഫ ബൈ 2 മൈനസ് ടാൻ ബീറ്റ ബൈ 2 അല്ലേ ഈസ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ ആൽഫ ബൈ 2 ടാൻ ബീറ്റ ബൈ 2. ഓക്കെ അല്ലേ? റെഡി? ഇനി എന്താണ് ഈ ടാൻ ആൽഫ ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ഡിവൈഡ് ബൈ എച്ച് പ്ലസ് 2. കെ ഡിവൈഡ് ബൈ എച്ച് പ്ലസ് 2 എന്താണ്? ടാൻ ബീറ്റ ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കോട്ട് ബീറ്റ ബൈ 2 ഉണ്ട് അല്ലേ. ടാൻ ബീറ്റ ബൈ ഇതിൻ്റെ റെസിപ്രോക്കൽ എന്താണ്? എച്ച് മൈനസ് 2 ഡിവൈഡ് ബൈ കെ. ഒരു നെഗറ്റീവ് ഉണ്ടാവും. റെഡിയല്ലേ? ഓൾറെഡി ഇവിടെ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് പോസിറ്റീവായിട്ട് മാറി. ഓക്കെ, അതായത് ഇവിടുന്ന് കോട്ട് ബീറ്റ ബൈ 2 അല്ലേ ടാൻ ബീറ്റ ബൈ 2 നമുക്ക് എക്സ്പ്രഷൻ ആദ്യമേ ഉണ്ടാക്കി വെക്കാം. ടാൻ ബീറ്റ ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് എച്ച് മൈനസ് 2 ഡിവൈഡ് ബൈ ഓക്കെ എച്ച് മൈനസ് 2 ഡിവൈഡ് ബൈ എന്താണ്? മൈനസ് കെ എന്ന് പറയാം. റെഡിയല്ലേ? അപ്പോൾ അവരോട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഒരു പ്ലസ് ഉള്ളതുകൊണ്ട് എച്ച് മൈനസ് 2 ഡിവൈഡ് ബൈ എന്താണ്? പ്ലസ് കെ എന്നായിട്ട് മാറി. ശരിയല്ലേ? അത്രേ ഉള്ളൂ. റെഡി? ഇനി ഇവിടെയാണെങ്കിൽ 1 പ്ലസ് ഓക്കെ ടാൻ ആൽഫബൈറ്റ് എന്ന് പറഞ്ഞാൽ കെ ഡിവൈഡ് ബൈ എച്ച് പ്ലസ് 2 ഇൻറ്റു ഇതാണെങ്കിലോ എച്ച് മൈനസ് 2 ഡിവൈഡ് ബൈ മൈനസ് കെ.
നമുക്ക് വേണമെങ്കിൽ ഈ നെഗറ്റീവിനെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വെക്കാം. റെഡിയല്ലേ? നെഗറ്റീവിനെ ഇവിടെ ഇങ്ങനെ വെക്കാം. റെഡിയല്ലേ? യെസ്. ഓക്കെ. അപ്പോൾ കെ ഗെറ്റിംഗ് ക്യാൻസൽഡ്. റെഡി? അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക? ഇവിടെ H+2 ഉണ്ട്. കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യാം, H+2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ K × H+2 എന്ന് വരും. ഓക്കെ. ഇവിടെയാണെങ്കിൽ അല്ല, കംപ്ലീറ്റ് നമ്മൾ എന്താക്കണം, കംപ്ലീറ്റ് അങ്ങനെ മൾട്ടിപ്ലൈ എന്ന് വരെ നമുക്ക് എന്തൊക്കെ സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ K² പ്ലസ് ഇതാണെങ്കിൽ H+2 × H- എന്ന് പറയുമ്പോൾ H² - 4 എന്ന് വരും. അല്ലെ ഡിവൈഡ് ബൈ K × H+2 എന്ന് വരും. റെഡി അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ അവിടെ കെ കട്ട് ചെയ്യാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്, കുറച്ചും കൂടി നല്ലത്. കട്ട് ചെയ്യുന്നതിന് പ്രശ്നമില്ല, പക്ഷേ കട്ട് ചെയ്തായിരിക്കും നല്ലത് അല്ലേ? കാരണം ഇതിന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ K × H+2 റെഡിയല്ലേ? K × H+2 മൈനസ് K × എന്താടാ, യെസ്, H-2 എന്ന് വരും. ഡിവൈഡ് ബൈ ഇവിടെ K × H+2 എന്ന് വരും. ഓക്കെ. അപ്പോൾ ഇവനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. സുഖമായി. നേരത്തെ കട്ട് ചെയ്തിരുന്നു, പക്ഷേ കട്ട് ചെയ്തതിന് പകരം നമുക്ക് അങ്ങനെയാണ് കുറച്ചും കൂടി നല്ലത്. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ K² + H² - 4 ഇതാണെങ്കിൽ KH+2K - KH+2K എന്ന് വരും. ക്യാൻസൽ ആയിട്ട് പോയി. അപ്പോൾ ഇവിടെ K² + H², 2K + 2K 4K അല്ലേ? -4K - 4 = എന്ന് കിട്ടും, 0 എന്ന് കിട്ടും. റെഡിയല്ലേ? ഓക്കെ അല്ലേ? ഇനി നമ്മൾ എച്ചിൻ്റെയും കെൻ്റെയും പകരം എക്സും വൈയും നമുക്ക് എന്താക്കാം, റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇവിടെ H, K അല്ലേ? അതായത് നമുക്ക് എന്തായിട്ട് വിടാം, H, Kൻ്റെ പകരം എക്സും വൈയും കൊടുക്കുക. നമുക്കിവിടെ X² + Y² - 4y അല്ലേ? 4y - 4 അല്ലേ? = നമുക്ക് എന്താ കിട്ടും, 0 എന്ന് കിട്ടും. ഫിനിഷ്ഡ്. മനസ്സിലാക്കാം. അപ്പോൾ ഇത് ലോക്കസിൻ്റെ ക്വസ്റ്റ്യനാണെന്ന് മനസ്സിലാക്കുക. ലോക്കസിൻ്റെ ക്വസ്റ്റ്യനിൽ ഈ പറഞ്ഞ പോലെ തന്നെ ആൽഫ - ബീറ്റ = π/2 തന്നതുകൊണ്ട് തന്നെ അവരെ കണക്ട് ചെയ്യാനൊരു വഴി കിട്ടി. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ഉപയോഗിച്ചത് ഇതിൻ്റെ സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. അല്ല, ഇവൻ്റെയും സ്ലോപ്പ് ഈക്വൽ ആണ് അല്ലേ? ഓക്കെ. അതേപോലെ ഇവൻ്റെയും സ്ലോപ്പ് ഈക്വൽ ആണ്. അപ്പോൾ ആ സ്ലോപ്പ് ഈക്വാലിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താക്കി, യെസ്, ഇങ്ങനെ രണ്ട് സാധനങ്ങൾ കിട്ടി. ഓക്കെ അല്ലേ? യെസ്. ഇങ്ങനെ ഒന്ന്, പിന്നെ എന്താണ്, ഇതാ ഇങ്ങനെ രണ്ട് സാധനങ്ങൾ കിട്ടി അല്ലേ? യെസ്. വൺസ് അത് കിട്ടിയതിന് ശേഷം നമുക്ക് ആൽഫയും ബീറ്റയും നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റി അല്ലേ? സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് എന്തായി, ആൻസർ ലൈഫ് എത്തി. ഓക്കെ അല്ലേ? ഓക്കെ. യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം.